വരുന്ന തിരഞ്ഞെടുപ്പ് അതിൽ കുറെ പുതിയ മുഖം എന്ന് പറയുന്നത് പോലെ ആയിരിക്കും കോൺഗ്രസിന്റെ ഒരു കാര്യങ്ങൾ എന്നാണ് കേൾക്കുന്നത്. അതായത് പുതിയ മുഖങ്ങൾക്ക് കൂടുതൽ അവസരം കൊടുക്കുമെന്നുള്ള വാർത്തകളൊക്കെ വരുന്നു. സത്യമാണ്, ഈ മുന്നിൽ നിൽക്കുന്ന നേതാക്കളൊക്കെ മാറിക്കൊടുക്കും? അതായത് കോൺഗ്രസിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലുള്ള ഗ്രൂപ്പിസം ഒന്നും ഇനി നടക്കില്ല. അതായത് ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവര് ഈ ഗ്രൂപ്പ് കോൺഗ്രസ് ഉണ്ടാവൂലേ? കോൺഗ്രസ് ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ കോൺഗ്രസ് ഉള്ളൂ. പക്ഷെ എങ്കിലും അധികം ഒരു ഗ്രൂപ്പ് വലയം ഉണ്ടാകാൻ ഇപ്പൊ എല്ലാം നമ്മൾ ഈ ചില ഇതിൽ പറയുന്ന പോലെ അതിൽ നിന്നൊരു 5 പേര്, ഇതിൽ നിന്നൊരു 5 പേര് എന്നൊക്കെ പറയുന്നില്ല. പണ്ടത്തെ ഏക്കാരിൽ നിന്ന് 2 പേര്, ഇവിടുത്തെ ഏക്കാരിൽ നിന്ന് ഒരു 3 പേര്, അങ്ങനെ എല്ലാവരും കൂടെ ചേർത്തൊരു പുതിയൊരു ഗ്രൂപ്പ്. അപ്പൊ ഒരു മിക്സിംഗ് ആണ്, മിക്സറാണ്. അപ്പൊ ഇതില് ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം അജയ് തറയിൽ എന്ന ഒരു നേതാവ്, പിന്നെ ദേവസ്വം ബോർഡിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് ഭരണകാലത്ത് ദേവസ്വം ബോർഡ് സെക്രട്ടറി അല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത്. കാര്യം രാഷ്ട്രീയ പാർട്ടികളാണ് പ്രസിഡന്റ് ആകുന്നത്. കഴിഞ്ഞ 10 കൊല്ലമായിട്ടാണ് ഇവരാരും തന്നെ ഒരിടത്തും ഇല്ലാത്തത്. അതിൻ്റെയൊക്കെ വേദന എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന അജയ് തറയിൽ അന്ന് കോൺഗ്രസിനകത്ത് നിരവധി ഗ്രൂപ്പുകളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് വയലാർ രവി ഗ്രൂപ്പാണ്. വയലാർ രവി എന്ന് പറഞ്ഞാൽ പേര് കേട്ട ഐ ഗ്രൂപ്പുകാരനാണ്. ആദ്യം എയിൽ AK ആന്റണിക്കൊപ്പം നിന്ന വയലാർ രവിയെ അന്ന്, അത് വർഷം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരാത്തുണ്ട്, ഒരു KPCC തിരഞ്ഞെടുപ്പ് കൂടെ ഉണ്ടായിരുന്നു. 1990-കളിലോ 91-ലോ ആണ്, 1990-91-ലോ ആണ്. അത് ഗ്രൂപ്പിസം പറയുന്നതുകൊണ്ടാണ് ഈ AK ആന്റണിക്ക് ഒപ്പം നിന്ന AK ആന്റണി ആണ് ഈ പറയുന്ന വയലാർ രവിയുടെ ജീവിതത്തിൽ മേഴ്സി രവിയെ കെട്ടിച്ചോര കൊടുക്കുന്നത്. വയലാർ രവി വിവാഹം കഴിക്കുന്ന മേഴ്സി രവി. അപ്പൊ അതിന് കൂടെ നിന്ന AK ആന്റണിക്ക് ഒപ്പം നിന്ന വയലാർ രവിയെ അടർത്തി മാറ്റിക്കൊണ്ട് കരുണാകരൻ കളിച്ച കളിയായിരുന്നു അന്നത്തെ KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. അന്ന് വയലാർ രവി KPCC പ്രസിഡന്റ് ആയ ഒരു കഥയുണ്ട്. അപ്പൊ അതിലിങ്ങനെ ഈ ഗ്രൂപ്പിസത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് ആ വയലാർ രവി പിന്നീട് ബഹുമാനപ്പെട്ട K കരുണാകരന്റെ കാലശേഷമോ അല്ലെങ്കിൽ K കരുണാകരൻ ഉള്ളപ്പോഴോ വയലാർ രവി ഇപ്പോഴും ജീവിച്ചിരിപ്പട്ടെ, അദ്ദേഹം അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിന്റെ വക്താവാണ് ഈ പറയുന്ന അജയ് തറയിൽ. പക്ഷെ ആ ഗ്രൂപ്പൊക്കെ നിർജീവമാണ്. അപ്പൊ ഈ അജയ് തറയിൽ കഴിഞ്ഞ ദിവസം ഇവിടെ സംസാരിച്ചപ്പോൾ ഇവിടെ അവരുടെ KPCC മീറ്റിംഗ് പറഞ്ഞു, നമ്മുടെ നേതാക്കളൊക്കെ ഇപ്പോൾ വൈറ്റ് ഖദർ ഉപയോഗിക്കുന്നില്ല, ഖദർ ഉപയോഗിക്കാത്തത് അവർക്ക് വല്ലാത്തൊരു അപമതിപ്പാണെന്നൊക്കെ പറഞ്ഞു. അതായത് ഗാന്ധിജി 1920 മുതലാണ് ഗാന്ധിജി ഈ ചർക്കയുടെ ഉപയോഗവും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞത്. ഗാന്ധിജിയാണ് ഈ ചർക്കയിൽ ഇത് ഇത് ചെയ്യണം, ഗാന്ധിജി പറഞ്ഞ അനുസരിച്ചാണ് ഒരു ഖദർ ഇടുന്നത്. അപ്പൊ ഖദർ ഇടുന്നില്ല, നേതാക്കളൊക്കെ ഇപ്പം ഭയങ്കര സ്റ്റൈലിഷ് ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനെ എതിർത്തുകൊണ്ടാണ് യുവനിര സംസാരിച്ചത്. അപ്പൊ നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ പറഞ്ഞു പുതുമുഖങ്ങളായിരിക്കും വരാൻ പോകുന്നത്. പുതുമുഖങ്ങൾ വന്ന ശേഷമുള്ള മാറ്റങ്ങളെ കുറിച്ചുകൂടെ നമുക്കിവിടെ പറയേണ്ടി വരും. അവര് ഇപ്പോഴത്തെ ഏറ്റവും വലിയ മാധ്യമമായ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ ആക്റ്റീവാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്റ്റീവ് ആവുന്നത് അവർ ഈ പറയുന്ന പോലെ ജനകീയ സമരങ്ങളിൽ പങ്കെടുത്താലും അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരും. ഇല്ലെന്നുണ്ടെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ വരാൻ അവർക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇവരിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ പണ്ട് ഒരാൾ നേതാവാവണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ് തലപൊട്ടി രക്തം വന്ന ഒരു ഫോട്ടോ എങ്കിലും പത്രത്തിൽ വരണം, അല്ലെങ്കിൽ പോലീസുമായി മൽപ്പിടുത്തം നടത്തുന്നത് വേണം, അത് പത്രത്തിലൊരു പടം, എല്ലാം മാറിയല്ലോ. അതെ. അപ്പൊ അത്തരത്തിൽ ഉള്ള കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി എന്ന് പറയാതെ പറഞ്ഞു എന്നാണ് അവിടുത്തെ KPCC യോഗത്തിലുണ്ടെന്ന് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ട് ഉൾപ്പെടെയുള്ളവരൊക്കെ പറഞ്ഞു എന്നും പിന്നെ കരക്കമ്പികൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചില നേതാക്കളെ എടുത്തു പറയേണ്ടി വരും. ഇപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യൂത്ത് നേതാവിന് ഭയങ്കര ആരാധകരാണ്. ഞാൻ എൻ്റെ കണ്ണും കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നമ്മുടെ പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ 1ാം ചരമവാർഷികത്തിന് ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടക്കം ചെയ്ത സ്ഥലത്തും ഷാഫി വന്നിറങ്ങുന്നു. മോഹൻലാൽ വന്നിറങ്ങിയാൽ പോലും ഇത്രയും ഒരു ആരവമില്ല. ഷാഫിയെ വലയുന്നു. എല്ലാം കൊച്ചു പിള്ളേരാണ്, കൊച്ചു യങ്സ്റ്റേഴ്സ് ആണ്. സെൽഫി എടുക്കുന്നു. ഷാഫി ആണെങ്കിൽ സെൽഫി എടുത്ത് വേദിയുടെ അടുത്ത് വരെ ഷാഫിക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പൊ മാങ്കൂട്ടം അന്ന് മത്സരിച്ചിട്ടില്ല. മാങ്കൂട്ടം ഇദ്ദേഹത്തിന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് സീറ്റ് വരെ കിട്ടിയത്. അപ്പൊ മാങ്കൂട്ടം വലം കയ്യും അവിടെ ഒരു ചെയിൻ ഉണ്ട്. അവർ തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ട്. അതെന്തായാലും പോട്ടെ. അതില് ഉയർന്നു വരാത്തതായിട്ട് എനിക്ക് തോന്നിയ ഒരാളുടെ കാര്യം കൂടെ പറയാന്ന് തോന്നുന്നു. അബിൻ വർക്കി സീറ്റ് ഉണ്ട്. അബിൻ വർക്കി നന്നായിട്ട് സംസാരിക്കുന്ന അല്ല, പക്ഷെ രാഹുലിനേക്കാൾ മുമ്പിൽ എത്തേണ്ടിയിരുന്ന ഒരാൾ അബിൻ വർക്കി ആയിരുന്നു. അബിൻ വർക്കിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനൽ ചർച്ചയിൽ ഞാൻ പെട്ടെന്ന് അബിൻ വർക്കിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഷാഫിയുടെ കാര്യം പെട്ടെന്ന് നിർത്തിയിട്ട് അബിൻ വർക്കി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അബിൻ വർക്കി കഴിഞ്ഞ ദിവസം ഇരുന്ന ചർച്ചയൊക്കെ സനോജ് എന്ന് പറയുന്ന ഇപ്പൊ നമ്മുടെ വീണ ജോർജ് മന്ത്രി കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ വിഷയമുണ്ടല്ലോ, അവിടെ പോയതിനെ കുറിച്ച് ഏഷ്യാനെറ്റിലെ ആങ്കർ അബ്ജോദ് ചോദിച്ച ചോദ്യങ്ങൾക്ക്
സനോജ് പറഞ്ഞു, ഇനി നിങ്ങൾ ഞങ്ങളുടെ മന്ത്രിയുടെ വീട് ആക്രമിച്ചാൽ നിങ്ങൾക്കും നേതാക്കളുണ്ടല്ലോ, അവിടെ നിങ്ങളുടെ നേതാക്കളുടെ വീടുകൾ കയറി ഞങ്ങൾ ആക്രമിക്കുന്നു. അതിന് അബിൻ വർക്കി പറഞ്ഞത്, ഞങ്ങളുടെ നേതാക്കൾ ആ സമരത്തിന് ആദ്യം പോയതിന്റെ പിറകെയൊക്കെ നിങ്ങൾ സമരം പോയിട്ടുള്ളൂ, കോൺഗ്രസ് ഉണ്ടായിട്ടേ ഇവിടെ ഏത് പാർട്ടിയും ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പറയണ്ട എന്ന്. ഇവർക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ചാനലിൽ ചർച്ചയ്ക്കൊക്കെ വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി എറിയും എന്നൊക്കെ. അതാണ് യൂത്തിന്റെ പ്രത്യേകത. യൂത്ത് ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഇപ്പൊ എം പി രാജേഷും നമ്മൾ വി കെ ശ്രീകണ്ഠനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. വി കെ ശ്രീകണ്ഠൻ പാലക്കാട് എം പി ആണ്. വി കെ ശ്രീകണ്ഠൻ ഒരു തവണ തോപ്പിച്ച ആളാണ് രാജേഷ്. അപ്പൊ അത് അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ജനകീയ സമരങ്ങൾക്ക് മുന്നിൽ നിന്ന് തലപൊട്ടിയത്, ഇപ്പം ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി, തിരുവനന്തപുരത്ത് ഞങ്ങളൊക്കെ വിളിക്കും ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടിയാണ് എന്തായിരുന്നു? ശിവൻകുട്ടി എന്ന് പറഞ്ഞ മന്ത്രി തലപൊട്ടി ഈ പറയുന്ന ഇപ്പോൾ നടക്കുന്ന ചാൻസലർ വിഷയമുണ്ടല്ലോ. ഞങ്ങളുടെയൊക്കെ സ്കൂൾ പഠനകാലത്താണ് വിളനിലം എന്ന് പറഞ്ഞൊരു ചാൻസലർ ഉണ്ടായിരുന്നു. ഈ വിളനിലത്തിന് ഈ പറയുന്ന സർവകലാശാലയിൽ വരാൻ പറ്റിയിട്ടില്ല. വീട്ടിൽ അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ ഇരുന്ന് ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ഈ ശിവൻകുട്ടിയാണ് സമരം ചെയ്തത് വിളനിലത്തിന്റെ. അന്ന് കാരണം ഉണ്ടായിരുന്നു, ചുമ്മയല്ല. ഇന്നത്തെ പോലെ ആരെങ്കിലും ചട്ടുകുമാറ്റല്ല വിദ്യാർത്ഥി സംഘടനകൾ സമരത്തിന് ഇറങ്ങുന്നത്. അപ്പൊ വിഷയം മാറിപ്പോയി. ഏതായാലും യൂത്ത് എന്ന് പറയുന്ന കോൺഗ്രസിനകത്തെ റിജിൽ മാക്കുട്ടി, അബിൻ വർക്കി, പിന്നെ ഷാഫി പറമ്പിൽ, നമ്മുടെ രാഹുൽ മാങ്കൂട്ടം, ചാണ്ടി ഉമ്മൻ, ഇങ്ങനെ തുടങ്ങി ഒരു യൂത്ത് അത് ആരുണ്ടാക്കിയെന്നറിയാമോ? വി ഡി സതീശനാണ്. വി ഡി സതീശനാണ് അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. കാര്യം അപ്രാപ്യനായിട്ടുള്ള, എടാ രാഹുലേ ഇങ്ങനെ വിളിക്കണേ ഞാൻ കേട്ടിട്ടുണ്ട്, എടാ രാഹുലേ ഷാഫിയേ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അത്രയും അടുപ്പമുണ്ട്. മറ്റതാണെങ്കിൽ ഞാനൊരു ബിംബം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എം എം ഹസൻ ഇത്രയും നാളായിട്ട് എം എം ഹസന്റെ ആഗ്രഹം തീർന്നില്ലേ? അത് ഈ കസേരയോടുള്ള പ്രേമൊന്നും തീരില്ല. എം എം ഹസൻ ഇപ്പോഴും പറഞ്ഞ് എങ്ങനെയോ വള്ളി തൂങ്ങിയിരിപ്പുണ്ട്. പിന്നെ വേറൊരു കാര്യമാണ് നമുക്കിവിടെ പറയേണ്ടി വരും. ഈ പഴയ ചില ആൾക്കാർക്ക് യങ്സ്റ്റേഴ്സിന് അംഗീകരിക്കാൻ ചില ബുദ്ധിമുട്ടുണ്ട്. ചെറിയൊരു അസൂഷ എന്നൊക്കെ അതിന് പറയും. ഇപ്പൊ നമ്മള് ഇപ്പൊ കഴിഞ്ഞ നന്നായിട്ടുണ്ട് അസൂഷ. ഈ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞു. പക്ഷെ അത് പറയുമ്പോഴും ചേട്ടാ, ഇപ്പോഴത്തെ ഒരു ഇരുത്തം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ പറയില്ല, ഒരു ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു പാകതയുണ്ട്. ഇപ്പൊ പല സന്ദർഭങ്ങളിലും രാഹുൽ മാങ്കൂട്ടം പ്രതികരിക്കുന്ന രീതി തന്നെ എടുത്ത് നോക്കിയത്, രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ ഇരുത്തമുള്ളയാളാണ് ഷാഫി പറമ്പിൽ. തീർച്ചയായിട്ടും ഷാഫി വളരെ ഭംഗിയായിട്ട് സംസാരിക്കുന്നതല്ല, അതെ, പ്രകോപിതനായി തൊണ്ട പൊട്ടുന്ന രീതിയിൽ ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടി, അതെ, ആ ഒരു ഇരുത്തം വരണം. അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയം പലപ്പോഴും കണ്ടിട്ടുള്ളൂ. ചേട്ടൻ പറഞ്ഞല്ലോ, പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദങ്ങളുണ്ട്. പക്ഷെ ആ ഒരു സൗഹൃദം പോലും പലപ്പോഴും നിന്ദിക്കുന്ന രീതിയിലേക്ക് പെരുമാറുന്ന രീതിയിൽ അന്ധമായിട്ടുള്ള അത്തരത്തിലുള്ള രാഷ്ട്രീയ, അതൊന്നും നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം പ്രജയ്ക്കൊരു രാഷ്ട്രീയം ഉണ്ടാവും, എനിക്കൊരു രാഷ്ട്രീയം ഉണ്ടാവും. നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ പ്രൊഫഷനിൽ നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ കാണിക്കേണ്ട കാര്യമില്ല. നമ്മളൊക്കെ ഈ മീഡിയയിൽ മറ്റു ജോലി ചെയ്യുന്നവരായതുകൊണ്ട് എനിക്ക് അങ്ങനെയാണ്. എനിക്ക് ഒരുപാട് അല്ല, അത് മുതിർന്ന പലർക്കും ഉണ്ടായിട്ടുണ്ടല്ലോ. മുതിർന്നവർ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളവരാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന നേതാക്കൾ അത്രയും. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് അവർക്ക് കഴിയുന്നെങ്കിൽ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളത്. എന്തായാലും ചേട്ടന്റെ വിഷയത്തിലേക്ക് വരാം. ഇപ്പൊ നമ്മളെ ജോയി, വി എസ് ജോയി, നിലമ്പൂർ മത്സരിക്കാനായിട്ട് അവർ നിർത്താൻ പോയ ജോയി. അപ്പോ ഇങ്ങനെ എണ്ണം പറഞ്ഞ അബിൻ വർക്കി തുടങ്ങി, വി എസ് ജോയി തുടങ്ങി, പിന്നെ ഈ പറയുന്ന ഷാഫി തുടങ്ങി, ഇങ്ങനെ എണ്ണം പറഞ്ഞ നേതാക്കൾ പുതിയതായിട്ട് മത്സരിക്കാൻ പോകുന്നുണ്ട്. യൂത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്, അതും കോൺഗ്രസ് പാർട്ടിയിൽ. ഇപ്പൊ അജയ് തറയിൽ എന്ന് പറയുന്ന നേതാവ് ഈ സമയത്ത് പറയുന്നത്, ഇങ്ങനെ ഒരു പ്രസ്താവന പറയുന്നത് സ്ഥാനത്തല്ല, ഇത് അസ്ഥാനത്താണ് എന്നുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം സ്ഥാനത്ത് പറയേണ്ട കാര്യമല്ല, ഇത് എന്ത് കാര്യമാണ്? ചർക്ക ഉപേക്ഷിച്ചു, വെള്ളവസ്ത്രം ഉപേക്ഷിച്ചു, പിന്നെ അല്ല, അത് അദ്ദേഹത്തിന് പറയാൻ അർഹതയില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അർഹതയില്ലെന്നല്ല, ഇത് പറയേണ്ടത് ഒരു കാരണമാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ ഈ എല്ലാവർക്കും ഉണ്ടല്ലോ ചേട്ടാ ചില കാര്യങ്ങൾ, അതായത് എത്ര നാളായി നമ്മൾ അജയ് തറയിൽ എന്ന് പറയുന്ന നേതാവിനെ കേട്ടിട്ട്. അപ്പൊ ഒരു പ്രസ്താവന അറിയട്ടെ, അത് നമുക്ക് അദ്ദേഹത്തിനും അദ്ദേഹത്തിന് അദ്ദേഹം വളർന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അദ്ദേഹം പറയാം. പക്ഷെ അദ്ദേഹം ഈ കാര്യം പറയണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അങ്ങ് ഗാന്ധി കുടുംബത്തിന് മുമ്പിൽ ചെന്ന് പറയണമായിരുന്നു. കാരണം അവിടെ അവിടെ നിന്ന് ഇറങ്ങുന്ന ആരും ഗാന്ധി ഉടുത്തിട്ടല്ല ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നത്, ടീഷർട്ടും ജീൻസും ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അവിടെ ചെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇവിടെ വന്ന് പറയാമായിരുന്നു. നമ്മുടെ നേതാക്കൾക്കൊക്കെ കുറവുകൾ ഉണ്ട്, അവർക്ക് നല്ലതുമുണ്ട്, പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്. അത് എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം കൂടി വേണം. പറയണമെങ്കിൽ അവിടെ ചെന്ന് കേന്ദ്രത്തിൽ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന്, അതല്ലേ വേണ്ടത്.